Hi guys. ഈ വീഡിയോ വന്നിട്ട് CA ഫൗണ്ടേഷൻ ജൂൺ 24 അറ്റംപ്റ്റിലെ പേപ്പർ 1 അക്കൗണ്ട്സിലെ സൊല്യൂഷൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഐ വിൽ ബി സ്റ്റാർട്ടിങ് വിത്ത് ക്വസ്റ്റ്യൻ 1C, വിച്ച് ഇസ് വെരി സിമ്പിൾ. ജേർണൽ എൻട്രീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 4 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിനുള്ള ജേർണൽ പാസ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം സോനു ഫോർ 1,50,000 at a trade discount of 10% plus CGST and SGST at 6% each. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? എന്താ, ഗുഡ്സ് പർച്ചേസ് ചെയ്യാണ്. ആരുടെ അടുത്തുനിന്ന്? സോനുവിന്റെ അടുത്തുനിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യാണ്. വാല്യൂ എത്രയാ? 1,50,000. പക്ഷേ സോനു എന്ത് കൊടുത്തു? ട്രേഡ് ഡിസ്കൗണ്ട് കൊടുത്തു 10%. സോ നെറ്റ് എമൗണ്ട് ഓഫ് പർച്ചേസ് എത്രയായിരിക്കും? നെറ്റ് എമൗണ്ട് ഓഫ് പർച്ചേസ് വിൽ ബി പർച്ചേസ് എമൗണ്ട് ലെസ് ആ ട്രേഡ് ഡിസ്കൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും എന്ത്? ഈ പർച്ചേസ് എമൗണ്ട്. അതിന്റെ മേലെ എന്തും കൂടി വാങ്ങുന്നുണ്ട് സോനു? GST കൂടി ചാർജ് ചെയ്യുന്നുണ്ട്. സോ ടോട്ടൽ എമൗണ്ട് വിൽ ബി 1,51,200. എൻട്രി എന്താ വരിക? പർച്ചേസ് എന്താണ്? എക്സ്പെൻസ് ആണല്ലേ. സോ എക്സ്പെൻസിനൊക്കെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സോ പർച്ചേസസ് അക്കൗണ്ട് ഇട്ട് ഇൻപുട്ട് CGST അക്കൗണ്ട് ഇട്ട് ഇൻപുട്ട് SGST അക്കൗണ്ട് ഇട്ട് ടു സോനു അക്കൗണ്ട്. എമൗണ്ട് എത്രയാ? പർച്ചേസിന്റെ 1,35,000. ഈ 1,35,000 മേലെ എന്ത് വരും? GST എമൗണ്ട് വരും. GST എമൗണ്ട് വിച്ച് ഇസ് 6% CGST and 6% SGST. അപ്പൊ അതിന്റെ എമൗണ്ട് ആണ് എത്ര? 8,100, 8,100. അപ്പൊ ടോട്ടൽ എമൗണ്ട് പേബിൾ ടു സോനു എത്രയാണ്? 1,51,000. ഇങ്ങനെയാണ് ഇതിന്റെ എൻട്രി വരിക. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? Sold goods to Mohit for 50,000 and charged CGST and SGST at 5% each. Out of the amount due, 40% is received by check immediately. എന്താ നടക്കുന്നത്? എന്താ, ഗുഡ്സ് സോൾഡ് ഗുഡ്സ് ടു മോഹിത്. ഗുഡ്സ് വിറ്റു അല്ലെ, മോഹിത്തിന് ഗുഡ്സ് വിറ്റതാണ്. സെയിലിന്റെ വാല്യൂ എത്രയാ? 50,000 ആണ് സെയിലിന്റെ വാല്യൂ. അതിന്റെ കൂടെ എന്തും കൂടി ചാർജ് ചെയ്തു? GST കൂടി ചാർജ് ചെയ്തു. അറ്റ് 5% വെച്ചിട്ട് GST കൂടി ചാർജ് ചെയ്തു. സോ 50,000 5% ഈച്ച് എന്ന് പറയുമ്പോൾ എത്ര വരും? 2,500 CGST, 2,500 SGST. സോ ടോട്ടൽ സെയിൽ വാല്യൂ എത്രയാണ് നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളത്? എത്രയാണ്? 55,000. അതില് 40% എന്ത് ചെയ്തു? 40% ഇമ്മീഡിയറ്റ്ലി ചെക്ക് കൊടുത്ത് സെറ്റിൽ ചെയ്തു. 40% സെറ്റിൽ ചെയ്തു. അതിന്റെ അർത്ഥം 22,000 എന്ത് ഓൾറെഡി പൈസ കിട്ടി, അപ്പൊ തന്നെ കിട്ടി. ബാലൻസ് ഇനി എന്തുണ്ട്? മോഹിത്തും കൂടി തരാനുണ്ട്. സോ മോഹിത്തിന് എന്ത് ചെയ്യണം? മോഹിത്ത് ആരാ ഇപ്പോ? ഡെറ്റർ ആണ്, നമ്മുടെ ഡെറ്റർ ആണ്. സോ ഡെറ്റേഴ്സ് ഒക്കെ എന്താ? ഡെബിറ്റ്സ് ആണ് അല്ലെ. സോ 33,000 ഇനി എന്തുണ്ട്? മോഹിത്തിന് തരാനുണ്ട്. സോ എൻട്രി എങ്ങനെ വരിക? ബാങ്ക് അക്കൗണ്ട് അറ്റ് 22,000, Mohit account at 33,000, to sales account 50,000, to output GST account 2,500, to output SGST account 2,500. So in the narration, being the goods sold to Mohit. Next, third എന്താണ്? Goods costing 25,000 rupees withdrawn for personal use. Such goods were purchased by paying CGST and SGST at 6%. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? എന്താ, കപിൽ എന്ത് ചെയ്തു? ഗുഡ്സ് വിഡ്രോ ചെയ്തു. ഗുഡ്സ് വിഡ്രോ ചെയ്തു. എന്തിനു വേണ്ടിട്ടാ? പേഴ്സണൽ പർപ്പസ് ആണ്. സോ എനിത്തിങ് ഫോർ പേഴ്സണൽ യൂസിന് എടുത്തു കഴിഞ്ഞാൽ, ബിസിനസ് പേഴ്സണൽ യൂസിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ കം ടു ഡ്രോയിങ്സ് അല്ലെ. ഡ്രോയിങ്സ് ആണത്. സോ എന്ത് ചെയ്യണം? ഡ്രോയിങ്സ് അക്കൗണ്ട് എട്ടർ ടു പർച്ചേസ് അക്കൗണ്ട് ടു ഇൻപുട്ട് CGST ടു ഇൻപുട്ട് SGST. ബിക്കോസ് എന്ത് ചെയ്തിട്ടുണ്ട്? പർച്ചേസ് ചെയ്ത ഗുഡ്സ് എന്നാണ് നമ്മൾ എന്ത് ചെയ്ത് ഡ്രോ ചെയ്തത്, കപ്പിൽ വിഡ്രോ ചെയ്തത്. സോ അതിന്റെ മേലെ എന്തും കൂടി നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്തും കൂടി പേ ചെയ്തിട്ടുണ്ട്? GST കൂടി പേ ചെയ്തിട്ടുണ്ട്. സോ അതും കൂടി അതും കൂടി കുറയ്ക്കണം. സോ പർച്ചേസിന്റെ എമൗണ്ട് എത്രയാ? 25,000. 25,000 മേലുള്ള GST 6% ഈച്ച് വെച്ചിട്ട് GST കൂടി എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. 25,000 പ്ലസ് 1,500, 1,500, ടോട്ടൽ 28,000 ആണ് ഡ്രോയിങ്സിന്റെ എമൗണ്ട് വരിക. സോ എൻട്രി എങ്ങനെ വരും? ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് 28,000, ടു പർച്ചേസസ് 25,000, ടു ഇൻപുട്ട് CGST 1,500, ടു ഇൻപുട്ട് SGST 1,500. നരേഷൻ എന്താ? ബീയിങ് ഗുഡ്സ് withdrawn for personal use. Now fourth,
Fourth എന്താ മെഷീനറി പർച്ചേസ് ഫ്രം മെസേഴ്സ് ബ്രൈറ്റ് ഇൻഡസ്ട്രീസ് ഫോർ 2 lakhs rupees plus GST and SGST 9% each. Paid 1 lakh immediately by check and balance to be paid after 2 months. സോ എന്താ വാങ്ങിച്ചെന്താ മെഷീനറിയാ വാങ്ങിച്ചത്. സോ മെഷീനറി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അസറ്റ് വാങ്ങിച്ചു അല്ലെ, അസറ്റ് വാങ്ങിച്ചതാണ് മെഷീനറി ഫോർ 2 lakhs rupeesനാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതിന്റെ കൂടെ എന്തും കൂടി പേ ചെയ്തു, GST കൂടി പേ ചെയ്തു, 18% GST കൂടി പേ ചെയ്തു, CGST 9%, SGST 9%, അങ്ങനെ GST കൂടി പേ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, പെയ്ഡ് 1 lakh ഇമ്മീഡിയറ്റ്ലി ബൈ ചെക്ക്. അതിന്റെ അടുത്ത് എന്താ വാങ്ങിച്ച അപ്പൊ തന്നെ 1 ലക്ഷം അപ്പൊ തന്നെ എന്ത് ചെയ്തു, ചെക്ക് കൊടുത്തു, പേയ്മെന്റ് നടത്തി, ബാലൻസ് 2 months കഴിഞ്ഞിട്ട് പേ ചെയ്യാവുന്നതാണ് ഡീൽ. സോ അതിന്റെ എൻട്രി വരും. മെഷീനറി എന്താ അസറ്റ് ആണ്. സോ അസറ്റ് കൂടുതൽ എന്ത് ചെയ്യണം, അസറ്റ്സ് ആർ ഡെബിറ്റ് ചെയ്യണം, അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. സോ മെഷീനറി അക്കൗണ്ട് ഡെറ്റർ 2 lakh, ഇൻപുട്ട് CGST അക്കൗണ്ട് ഡെറ്റർ 1 lakh 18,000, input SGST account 18,000 to bank account 1 lakh to Bright Industries account 1,36,000. ഇതാണ് journal entries. So ഇതിന്റെ നറേഷൻ എന്താ, being machinery purchased and paid 1 lakh immediately, balance to be paid, അങ്ങനെ പറഞ്ഞ് എഴുതാം. So note the point that എല്ലാ journal entries എന്ത് വേണം, നറേഷൻ നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. ഓക്കെ.